നമസ്കാരം. UDF പ്രവർത്തകർ ജാതി മതഭേദമന്യേ വെറുക്കുന്ന ഒരു നേതാവുണ്ടെങ്കിൽ അത് വെള്ളാപ്പള്ളി നടേശൻ മാത്രമാണ്. കാരണം വെള്ളാപ്പള്ളി നടേശനെ കോൺഗ്രസ്സുകാരെ മാത്രമല്ല UDFനെ തന്നെ കണ്ടുകൂടാ. വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായ നേതാവാണ്. സാധാരണ സമുദായ നേതാക്കൾ കാട്ടുന്ന മിതത്വം വിട്ടെറിഞ്ഞ് കൃത്യമായ രാഷ്ട്രീയമുള്ള നേതാവ് കൂടിയാണ്. വെള്ളാപ്പള്ളിയുടെ ബദ്ധശത്രു UDFകാരാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാർ. CPMനെ ചേർത്ത് പിടിച്ച് CPMന് വേണ്ടി എന്തു വിടുപണിയെടുക്കാനും വെള്ളാപ്പള്ളിക്കൊരു മടിയുമില്ല. അതുകൊണ്ട് പണി കിട്ടിയത് വാസ്തവത്തിൽ BJPക്കാണ്. പത്മഭൂഷൺ കൊടുത്ത് ആദരിക്കുകയും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും CBIയും ഒക്കെ അന്വേഷിക്കാവുന്ന നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് ബോധ്യമായിട്ടും സംരക്ഷിക്കേണ്ടി വരികയും ഒക്കെ ചെയ്തിട്ടും കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക സംരക്ഷണം ഒരുക്കിയിട്ടും വെള്ളാപ്പള്ളി നടേശൻ വോട്ട് മുഴുവൻ മറിച്ചു കൊടുക്കുന്നത് BJPക്കല്ല, CPMനാണ്. മകനെയും ഭാര്യയും ഒക്കെ BJPക്ക് വിട്ടുകൊടുത്തിട്ട് വെള്ളാപ്പള്ളി സ്വന്തമായി തൻ്റെ സമുദായ സ്വാധീനം മുഴുവൻ CPMന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൃത്യമായി ഉപയോഗിക്കാറുണ്ട്. പിണറായിക്ക് ഹിന്ദു ധ്രുവീകരണം ആവശ്യമാണെന്ന് തോന്നിയപ്പോൾ വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച് അത് ചെയ്തു. എപ്പോഴൊക്കെ അവസരം കിട്ടുന്നുവോ അപ്പോഴൊക്കെ വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസ്സുകാരുടെ നെഞ്ചത്ത് കയറും. വെള്ളാപ്പള്ളിക്ക് ഏറ്റവും അധികം കലിപ്പ് VD സതീശനോടാണ്. VD സതീശന് വാസ്തവത്തിൽ പൊതുസമൂഹത്തിൽ മതിപ്പ് കൂടാനുള്ള കാരണം വെള്ളാപ്പള്ളിയുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്നു എന്നതാണ്. വെള്ളാപ്പള്ളി മാത്രമല്ല, സുകുമാരൻ നായർ പോലും VD സതീശനെ വെല്ലുവിളിക്കുന്നു. ഏത് കുട്ടിച്ചാത്തൻ ഭരിച്ചാലും കുഴപ്പമില്ല, VD സതീശൻ പദവിയിലെത്തരുത് എന്ന് വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും നിലപാടെടുക്കാൻ കാരണം സമുദായ നേതാക്കളുടെ വീട്ടുമുറ്റത്ത് പോയി ഓച്ചാനിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല, അവരെ ആദരിക്കുമ്പോഴും അവരുടെ കാലിൽ പിടിക്കേണ്ട കാര്യമില്ല നിലപാട് VD സതീശൻ എടുക്കുന്നത് കൊണ്ടാണ്. VD സതീശൻ്റെ നിലപാടാണ് VDക്ക് ജനപ്രീതി ഉണ്ടാക്കി കൊടുക്കുന്നതും ജനങ്ങൾക്കിടയിൽ കയ്യടി കിട്ടുന്നതും. മറ്റു നേതാക്കളൊക്കെ സമുദായ നേതാക്കൾ എന്തു പറഞ്ഞാലും ശാസിക്കാനും ശിക്ഷിക്കാനും അധികാരമുണ്ട് എന്ന് പറഞ്ഞ് കുനിഞ്ഞു നിൽക്കുമ്പോൾ VD സതീശൻ സമുദായ നേതാക്കൾ എന്ന നിലയിൽ അർഹമായ ആദരവ് കൊടുക്കുമ്പോൾ തന്നെ അവരുടെ കാലിൽ പിടിക്കാൻ ഓടിച്ചെല്ലാറില്ല. അതുകൊണ്ട് തന്നെ പരസ്യമായി VD സതീശനെ നിഗ്രഹിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ മാത്രമല്ല സുകുമാരൻ നായരും പലതവണ ശ്രമം നടത്തിയിട്ടുണ്ട്. സുകുമാരൻ നായർ ഇടയ്ക്കിടെ പൊട്ടിത്തെറിച്ചുകൊണ്ട് VD സതീശനെ ചീത്ത വിളിക്കാറുണ്ട്. വെള്ളാപ്പള്ളിയുടെ കാര്യം പറയേണ്ടതേയില്ല. VD സതീശൻ അഹങ്കാരിയാണ്, വൃത്തികെട്ടവനാണ് എന്ന് വെള്ളാപ്പള്ളി നടേശൻ ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കും. വാസ്തവത്തിൽ വെള്ളാപ്പള്ളിയുടെ ഈ സർട്ടിഫിക്കറ്റ് സതീശൻ്റെ ഗ്രാഫ് ഉയർത്തുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോഴിതാ വെള്ളാപ്പള്ളി പുതിയ ഒരു നാടകവുമായി രംഗത്തെത്തി. അതിന് ക്ഷീണം വാസ്തവത്തിൽ മുഖ്യമന്ത്രി ആവാൻ ശ്രമിക്കുന്ന KC വേണുഗോപാലിനാണ് ലഭിച്ചത്. VD സതീശനെ വെട്ടി KC വേണുഗോപാൽ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്ന് എല്ലാവർക്കും അറിയാം. അതിനുവേണ്ടി ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ആരംഭിക്കുകയും ആ ക്യാമ്പയിൻ്റെ ഭാഗമായി KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്ന നിരവധി നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ ഉദ്ദേശിച്ച ഫലമല്ല അതുണ്ടാക്കിയത്. കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വികാരമുണ്ടാവുകയും അവർക്ക് KC വേണുഗോപാലിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. K സുധാകരൻ തുടങ്ങിവെച്ച ഈ ക്യാമ്പയിൻ വാസ്തവത്തിൽ KC ക്യാമ്പിന് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി എന്ന നിലയിൽ, ഹൈക്കമാൻഡിൻ്റെ യഥാർത്ഥ പ്രതിനിധി എന്ന നിലയിൽ നിശബ്ദമായിരുന്നാൽ ഈ മുഖ്യമന്ത്രി കസേരയിലെത്താൻ ഒരു തടസ്സവും ഇല്ലാതിരുന്നിട്ടും KCക്ക് വേണ്ടി അണികൾ നടത്തിയ ക്യാമ്പയിൻ വാസ്തവത്തിൽ തിരിച്ചടിയായി മാറി. കേന്ദ്രത്തിൽ ഇനി ഒരിക്കലും കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്ന് KC തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന പദവി വിട്ട് കേരള മുഖ്യമന്ത്രി എന്ന താരതമ്യേന നിസ്സാരമായ പദവിയിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് എന്ന ആരോപണം ഇതിനോടകം BJP ഉയർത്തിക്കഴിഞ്ഞു. 2029 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരം പിടിക്കുമെന്ന് ആത്മവിശ്വാസമുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമ്പോൾ ആഭ്യന്തരമന്ത്രിയോ പ്രതിരോധ മന്ത്രിയോ ഒക്കെ ആവേണ്ട KC വേണുഗോപാൽ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശ്രമം നടത്തുന്നത് എന്ന ചോദ്യമാണ് BJPക്കാർ പോലും ഉന്നയിക്കുന്നത്. ഇതിനിടയിലാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ രംഗപ്രവേശം. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാവാൻ യോഗ്യനാണ് എന്നാണ്. UDF ഇങ്ങനെ ഒരു വടംവലി നടത്തിയത് ശരിയായില്ല. KC വേണുഗോപാൽ മിടുക്കനാണ്. അതിനെപ്പറ്റി അദ്ദേഹത്തെപ്പറ്റി ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടല്ല. എത്ര പേരുടെ പേരാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് കോൺഗ്രസിനകത്ത്. അതൊരിക്കലും ഒരഭികാമ്യമല്ല. അല്ല, VD സതീശൻ കഷ്ടപ്പെട്ട് അങ്ങനെ കുറേ TV കുറേ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ പുറകെ നിന്ന് മുഴുവൻ കളിപ്പിച്ചതും അതിൻ്റെ ഫൈനാൻസ് കൺട്രോളും സ്ഥാനാർത്ഥി എന്നതും പ്രശ്നങ്ങളുള്ളപ്പോൾ എല്ലാം പറഞ്ഞു തീർത്തതും എല്ലാം വേണുഗോപാലാണ്. പലയിടത്തും പ്രശ്നമുണ്ടായിരുന്നല്ലോ, അതെല്ലാം VDക്ക് സാധിച്ചില്ലല്ലോ. അതെല്ലാം മാറ്റം അത് സെൻട്രൽ പവറുണ്ടല്ലോ. വാസ്തവത്തിൽ വെള്ളാപ്പള്ളി നടേശൻ KC വേണുഗോപാലിൻ്റെ സാധ്യത ഈ പ്രസ്താവനയുടെ വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. വെള്ളാപ്പള്ളിയുടെ പിന്തുണയുള്ള നേതാവ് ആരോ
അവർ അതുകൊണ്ട് തന്നെ അയോഗ്യരായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ് പ്രവർത്തകരിൽ മിക്കവരും. CPM-ന് വേണ്ടി വിടുപണി ചെയ്യുന്ന, കോൺഗ്രസിൻ്റെ നാശത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച, ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തോൽക്കുമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന വെള്ളാപ്പള്ളി നടേശൻ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുമ്പോൾ KC വേണുഗോപാലിൻ്റെ സാധ്യത തന്നെ ഇല്ലാതാകുന്നു എന്നാണ് KCയെ പിന്തുണയ്ക്കുന്നവർ പോലും ആശങ്കപ്പെടുന്നത്. വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന ഏഷ്യാനെറ്റ് ഫേസ്ബുക്ക് പേജിലിട്ട് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ 2800 കമൻ്റാണ് അതിൽ വന്നത്. ഈ കമൻറ്റുകൾ മുഴുവൻ തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരായിരുന്നു. മിണ്ടാതിരി വിഷപ്പള്ളി, കോൺഗ്രസിൻ്റെ കാര്യം കോൺഗ്രസ് നോക്കിക്കോളും, പിണറായി ജയിപ്പിക്കാൻ നടന്ന മുതലാണ് കോൺഗ്രസ് ഉണ്ടാക്കാൻ നടക്കുന്നത്, ഓടുമയിലെ കണ്ടം വഴി എന്നാണ് പ്രദീപ് വേങ്ങര എഴുതിയത്. അപ്പോൾ ഫ്രണ്ടിൻ്റെ അധികാരം പോകുമെന്ന് ഉറപ്പായി അല്ലേ എന്ന് ആശാ ലോറൻസ് ചോദിക്കുന്നു. സതീശൻ വരുന്നതിനെ എല്ലാ കള്ളന്മാരും എതിർക്കുന്നെന്ന് അഡ്വക്കേറ്റ് കിഷോർ കടകംപള്ളി എഴുതുന്നു. ഷിബു ജോക്കർ പറഞ്ഞ എടാ കിഴങ്ങ നീയല്ലേ പറഞ്ഞത് കോൺഗ്രസ് തോൽക്കുമെന്ന്. AK കുട്ടി കുരുമ്പന്നൂർ പറയുന്നു KC വേണുഗോപാലിനുള്ള ഏറ്റവും വലിയ അയോഗ്യത ഈ വിദ്വാൻ അയാളെ പിന്തുണയ്ക്കുന്നു എന്നത് തന്നെയാണ്. VM ജോർജ് പറഞ്ഞു വെള്ളാപ്പള്ളി യോഗ്യനെന്ന് പറയുന്നവരായിരിക്കും ഏറ്റവും അയോഗ്യൻ. ഫിർദോസ് പറയുന്നു പക്ഷെ അത് പറയാൻ താങ്കൾ യോഗ്യനല്ല. ജെയിംസ് ജോസഫ് എഴുന്നേറ്റ് പോടോ, താനോട് ആര് അഭിപ്രായം ചോദിച്ചത്, ഇത് ഞങ്ങൾ UDF തീരുമാനിച്ചോളും. ശിവദാസ് UDF വരികയാണെങ്കിൽ ഇവനെ പിടിച്ചകത്തിടണം, കൂടെ ആ സുഖുവിനെയും. ശ്രീരാജ് സോമരാജൻ പിള്ള അപ്പോൾ പിണറായി വിജയൻ യോഗ്യനല്ലേ, ഒന്ന് ഇരുട്ടി വെളുക്കുമ്പോഴേക്കും നിറം മാറുന്ന ഈ മനുഷ്യനെ ഓർത്ത് ഓന്തുപോലും നാണിക്കും. അനീസ് മുണ്ടൻ അപ്പോൾ CPM മൂന്നാം ഊഴം ഉണ്ടാകില്ലേ, നിന്റെ UDF-ലേക്ക് മാറ്റം KC ആവില്ല, നിങ്ങളുടെ ശത്രു സതീശൻ ആക്കിയിരിക്കും. സലാഹുദ്ദീൻ അഹമ്മദ് ആര് മുഖ്യമന്ത്രി ആകണമെന്ന് UDF-കാർ തീരുമാനിച്ചോളും, തൻ്റെ അഭിപ്രായം ആരും ചോദിച്ചില്ല, നീ പ്രതിപക്ഷ നേതാവ് ആരാകുമെന്ന് പിണറായി വിജയൻ ഉപദേശം കൊടുക്കേ. പള്ളിക്കുഴിക്കൽ തോമസ് അങ്ങ് പള്ളിയിൽ പറഞ്ഞാൽ മതി, പള്ളി 5 വർഷം കഷ്ടപ്പെട്ട് വീട് തന്നെ യോഗ്യൻ, ഇങ്ങനെ പോയാൽ പ്രതിപക്ഷത്തിരിക്കാൻ ആൾക്കാർ ഉണ്ടാകില്ല, അടികൊള്ളൻ ചെണ്ടപ്പുറം. അബിൻ സെബാസ്റ്റ്യൻ അപ്പോൾ സതീശനാണ് യോഗ്യൻ, താങ്ക് യു വെള്ളാപ്പള്ളി അഭിപ്രായം പറഞ്ഞതിനെ. മുരളിപ്പണിക്കർ ഇത്രയും കാലം പിണറായി താങ്ങി എന്നിട്ട് പറഞ്ഞ് നല്ല മുഖ്യമന്ത്രി പിണറായി എന്നും നല്ല ഭരണം LDF എന്നും UDF വിജയിക്കില്ല എന്നും, ഇപ്പോൾ സർവേകൾ വന്നപ്പോൾ മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ KC വേണുഗോപാൽ എന്നെ. മകനെ വെച്ച് സെൻട്രൽ ഗവൺമെൻറ് BJP സപ്പോർട്ട്, നിലനിൽപ്പിന് വേണ്ടി ഓന്താകുന്ന മനുഷ്യൻ, വല്ലാത്തൊരു ജന്മം. എന്തായാലും ഇത്തരത്തിൽ ആയിരക്കണക്കിന് മനുഷ്യരാണ് വെള്ളാപ്പള്ളിയെ ചീത്ത വിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയത്. വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രം KC വേണുഗോപാൽ അയോഗ്യനായി എന്ന് വിശ്വസിക്കുന്നവരുടെ എണ്ണം പെരുകുന്നു. ആരാണ് KC വേണുഗോപാലിന് ഉപദേശകർ എന്ന് ഒരു നിശ്ചയവുമില്ല. KC വേണുഗോപാൽ വാസ്തവത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മത്സരത്തിനുണ്ടോ എന്നും വ്യക്തമല്ല. KC അറിയാതെ KC ആരാധകരുടെ നാടകമാണോ എന്നും വ്യക്തമല്ല. എന്തായാലും KCക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്ന ഈ ഓരോ തുറുപ്പ് ചീട്ടുകളും അത് KCക്കെതിരാകുന്നു, VD സതീശൻ്റെ ജാതകം തെളിയിക്കുന്നു എന്ന് വേണം വ്യക്തമാക്കാൻ. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഓരോ വിവാദവും VD സതീശൻ്റെ ഇമേജ് വർദ്ധിപ്പിച്ചിരിക്കുന്നു. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നൊരു ചോദ്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറുനാടൻ ഓൺലൈനിൽ ഇട്ടിരുന്നു. 2 ലക്ഷത്തിലധികം പേർ വോട്ട് ചെയ്തപ്പോൾ 60% പേർ VD സതീശനെ പിന്തുണച്ചു. 20% പേർ രമേശ് ചെന്നിത്തലയും 7% പേർ KC വേണുഗോപാലിനെയുമാണ് പിന്തുണച്ചത്. എന്നാൽ ഇപ്പോൾ VD സതീശൻ്റെ പിന്തുണ 65-ൽ നിന്നും ഏതാണ്ട് 75-ആയി ഉയർന്നിട്ടുണ്ട്. വിവാദം കടുത്തപ്പോൾ VDയുടെ പിന്തുണയാണ് വർദ്ധിക്കുന്നത്. VD വാസ്തവത്തിൽ VS അച്യുതാനന്ദനെ പോലെ ഒരു നേതാവാണ്, ഫൈറ്റ് ചെയ്ത് നേടിയെടുക്കുന്ന നേതാവ്. ഇപ്പോഴത്തെ വിവാദങ്ങളിൽ VD സതീശൻ്റെ ഗ്രാഫ് മേലോട്ട് തന്നെ ഉയരുന്നു. പാർട്ടിക്കുള്ളിലോ നേതാക്കൾക്കിടയിലോ VDക്ക് സ്വീകാര്യതയില്ലെങ്കിലും അണികൾക്ക് VDയോടുള്ള വിശ്വാസ്യത വർദ്ധിച്ചു വരുന്നു. ഒറ്റയ്ക്ക് പോരാടി VS അച്യുതാനന്ദനെ പോലെ ജനപിന്തുണയോടെ മുഖ്യമന്ത്രി കസേരയിൽ എത്താൻ VDക്ക് കഴിഞ്ഞേക്കും എന്ന് ആരാധകർ വിശ്വസിക്കുന്നത് ഈ ജനപിന്തുണ മൂലമാണ്. ഈ ജനപിന്തുണ വർദ്ധിക്കാൻ കാരണമായി ഇപ്പോഴത്തെ വിവാദം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ പിന്തുണ വാസ്തവത്തിൽ KC വേണുഗോപാലിൻ്റെ സാധ്യതയെ വീണ്ടും കുറച്ചിരിക്കുകയാണ് ചെയ്യുന്നത്.